ഹായ് എവരിബഡി, ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു ബെറ്റർ സൊല്യൂഷൻ ആയിട്ടാണ്. ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ വീടുകളിൽ ഈ കാലവർഷം അതിശക്തമായിട്ട് പെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പല പുഴകളും കര കവിഞ്ഞൊഴുകി എല്ലാ കിണറുകളും മലിനമായിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് എങ്ങനെ വെള്ളത്തിനെ ക്ലിയർ ചെയ്ത് ഉപയോഗിക്കാം? 2-3 മെത്തേഡിലൂടെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഒന്ന്, നമുക്ക് സാൻഡ് ഫിൽറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വെള്ളത്തിനെ, കലങ്ങിയ വെള്ളത്തിനെ ക്ലിയർ ചെയ്ത് ടാങ്കിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം ക്ലിയർ ആയിട്ട് കിടക്കും. അപ്പോൾ 2-3 ബെനിഫിറ്റ്സ് ആണ് അതിലുള്ളത്. ഒന്ന്, ബെനിഫിറ്റ്സ് നമുക്ക് സ്കെയിലിംഗ് ഉണ്ടാവില്ല, നമ്മുടെ പ്ലംബിംഗ് മെറ്റീരിയൽ എല്ലാം സേഫ് ആയിട്ടിരിക്കും, അതായത് ടാപ്പുകൾ സേഫ് ആയിട്ടിരിക്കും, ഫ്ലഷ് ഇതെല്ലാം സേഫായിട്ട് നമുക്ക് വീട്ടിലുള്ള ഉപകരണങ്ങൾ വില കൂടിയത് നമുക്ക് സേഫാക്കി കൊണ്ടുപോകാൻ ഒരു സാൻഡ് ഫിൽറ്റർ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കിണർ ഇപ്പോൾ മലിനപ്പെട്ട് കഴിഞ്ഞു. ആ മലിനപ്പെട്ടതിനെ നമ്മൾ ക്ലിയർ ചെയ്യാൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആലം ഡോസിങ് ചെയ്യുക. ആലം ഡോസിങ് ചെയ്തതിന് ശേഷം വെള്ളത്തിലുള്ള മാലിന്യങ്ങളെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ക്ലോറിൻ ഡയോക്സൈഡ്, അതായത് ക്ലോറിനായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഒരു 50,000 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ടാബ്ലറ്റ് എന്നുള്ള ലെവലിൽ നമ്മുടെ ടാബ്ലറ്റ് അവൈലബിൾ ആണ്. ഒരു 3 മാസം കൂടുമ്പോൾ ആ ടാബ്ലറ്റ് നിങ്ങളുടെ കിണറിൽ കറക്റ്റായിട്ട് ഇടുകയാണെങ്കിൽ നമ്മുടെ ഈക്കോളി ബാക്ടീരിയ, കോളിഫാം ബാക്ടീരിയ, ഇങ്ങനെയുള്ള ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് നമ്മുടെ കിണറിൽ നിന്ന് പരിപൂർണമായിട്ടും ഇല്ലാതാക്കി നിർത്താൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് അത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ശരിയായ രീതിയിൽ ഫിൽട്ടർ ചെയ്യുക, പ്യൂരിഫൈ ചെയ്യുക. പ്യൂരിഫിക്കേഷൻ നമ്മുടെ കിച്ചണിലാണ് വെക്കുന്നത്. അപ്പോൾ പ്യൂരിഫൈ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കുറേ മിനറൽ പാർട്ടിക്കിൾസ് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാടുണ്ട്. അതെല്ലാം റിമൂവ് ചെയ്ത് ശുദ്ധമായിട്ടുള്ള ജലം നമുക്ക് കുടിക്കാനുള്ള ഒരു സാഹചര്യം നമ്മളെല്ലാവരും ഒരുക്കി കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളതാണ്. നമ്മൾ പണ്ട് വെള്ളം കോരി കുടിച്ചിരുന്ന ആ സാഹചര്യം അല്ല ഇന്ന് നിലനിൽക്കുന്നത്. അത് മാറി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ മാറ്റങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അത് പ്രോപ്പറായിട്ട് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഗൈഡ് ലൈൻസോട് കൂടി നമ്മുടെ സ്ഥാപനം ശരിയായ രീതിയിൽ ചെയ്തു തരാൻ തയ്യാറാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ നോക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ.